സംസ്ഥാന ബി.ജെ.പി. ഘടകത്തിൽ പുതിയൊരു വിവാദം പുകയുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലത്തും തൃശ്ശൂരിലുമായി വന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് പിരിച്ച 5 കോടി രൂപ എവിടെയെന്നാണ് വി മുരളീധര പക്ഷം ചോദിക്കുന്നത്. ഔദ്യോഗിക വിഭാഗമാണ് ഈ തുക പിരിച്ചത് എന്നാണ് വി മുരളീധര പക്ഷത്തിൻ്റെ ആരോപണം. ഒരു പ്രവാസി വ്യവസായി തന്നെ 50 ലക്ഷം രൂപ ഈ പിരിവിന് നൽകിയിട്ടുണ്ട്. അതടക്കം ലക്ഷക്കണക്കിന് രൂപയാണ് കണക്ക് അവതരിപ്പിക്കാതെ ഇരിക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് 5 കോടി രൂപയുടെ കണക്കാണ് അവതരിപ്പിക്കേണ്ടത്. ഇത് ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് മുരളീധര വിഭാഗത്തിൻ്റെ ആരോപണം. മുരളീധര വിഭാഗത്തെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ചും തൃശ്ശൂരിലായിരുന്നു ഇത്തരത്തിൽ പൂർണ്ണമായി മുരളീധര പക്ഷത്തെ ഒഴിവാക്കിയത്. അതുകൊണ്ട് തന്നെ വി മുരളീധര പക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് അമർഷത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു കണക്കിൻ്റെ വിശദാംശങ്ങൾ അവർ ആവശ്യപ്പെടുന്നത്. 5 കോടി രൂപ പിരിച്ചു. ആ 5 കോടി രൂപ എവിടെ പോയി എന്നാണ് മുരളീധര പക്ഷത്തിൻ്റെ ചോദ്യം. ഇത് ഔദ്യോഗിക പക്ഷത്തെ ഇപ്പോൾ തീർത്തും വെട്ടിലാക്കിയിരിക്കുകയാണ്. കൊല്ലത്തെ യോഗം കഴിഞ്ഞ ഉടൻ കണക്ക് അവതരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഔദ്യോഗിക പക്ഷം വഴങ്ങിയില്ല. തൃശ്ശൂരിലെ യോഗത്തിലും വലിയ പണപ്പിരിവാണ് നടത്തിയത്. 2 സ്ഥലത്തും സംസ്ഥാനത്തെ ബി.ജെ.പിയിലെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെയാണ് വിമർശനം ശക്തമാകുന്നത്. തൃശ്ശൂരിൽ മുരളീധര പക്ഷത്ത് നിൽക്കുന്ന ജില്ലാ നേതൃത്വത്തെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് നരേന്ദ്രമോദിയുടെ പരിപാടി സംഘടിപ്പിച്ചത്. ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന സംസ്ഥാന വക്താവിനും ജനറൽ സെക്രട്ടറിക്കുമായിരുന്നു ആ പരിപാടിയുടെ ചുമതല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ കൂടി ഇത്തരത്തിൽ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് മുരളീധര വിഭാഗം. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിരിച്ച തുകയുടെ കണക്കുകൾ ഇതുവരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവതരിപ്പിച്ചിട്ടില്ല എന്ന് ആണ് മുരളീധര വിഭാഗത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ആ പണം എവിടെ പോയി എന്ന് മുരളീധര വിഭാഗം ചോദിക്കുന്നു. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നാണ് മുരളീധര വിഭാഗത്തിൻ്റെ ആവശ്യം. RSSനോടാണ് അവർ ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി പണം ആവശ്യപ്പെടില്ലെന്ന് പറഞ്ഞാണ് പലരിൽ നിന്നും വൻതുക മോദിയുടെ വരവുമായി ബന്ധപ്പെട്ട് പിരിച്ചത് എന്നാണ് മുരളീധര വിഭാഗം ആരോപിക്കുന്നത്. ഒരു വ്യവസായി 50 ലക്ഷം രൂപ വരെ നൽകിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഔദ്യോഗിക പക്ഷം മുരളീധര വിഭാഗത്തെ നേരിടുന്നത്. ഇത്തരം ആരോപണങ്ങളെ അവർ നേരിടുന്നത് ഈ തലസ്ഥാനത്ത് പണിത ആസ്ഥാന മന്ദിരവുമായി ബന്ധപ്പെട്ട കണക്കുകൾ എവിടെയെന്നാണ് തിരിച്ച് മുരളീധര വിഭാഗത്തോട് ഔദ്യോഗിക വിഭാഗ നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം ചോദിക്കുന്നത്. കേന്ദ്ര നേതൃത്വം നൽകിയ 6 കോടി രൂപ ഉൾപ്പെടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒന്നിനും മുരളീധര പക്ഷത്തിന് കണക്കില്ല എന്നാണ് ഔദ്യോഗിക പക്ഷത്തിൻ്റെ ആരോപണം. മുരളീധര പക്ഷക്കാരനായ സംസ്ഥാന സെക്രട്ടറിക്കാണ് നിർമ്മാണ ചുമതല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം മത്സരിച്ച വട്ടിയൂർക്കാവ് ഉൾപ്പെടെ 3 മണ്ഡലങ്ങളിലെ കണക്കുകൾ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. പത്തനംതിട്ട ജില്ലയിൽ ഒരു സംസ്ഥാന ഭാരവാഹി മത്സരിച്ച മണ്ഡലത്തിലെ കണക്ക് അവതരിപ്പിക്കാത്തത് സംബന്ധിച്ച് ജില്ലാ ഭാരവാഹി പരാതി അയച്ചിട്ടും നടപടിയായില്ല. ഇതിനു പുറമെ കോഴിക്കോട് നടന്ന ദേശീയ കൗൺസിൽ യോഗത്തിൻ്റെ കണക്കും അവതരിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ കണക്കുകളുടെ കളി അല്ലെങ്കിൽ പിരിച്ചെടുത്ത കോടികൾ എവിടെയെന്നാണ് പരസ്പരം ആരോപണം ഉന്നയിക്കുന്നത്. മുരളീധര വിഭാഗവും ഒപ്പം തന്നെ ഔദ്യോഗിക വിഭാഗവും തമ്മിലുള്ള നേർക്കുനേർ നിന്ന് പോരാടുന്ന അല്ലെങ്കിൽ നേർക്കുനേർ നിന്ന് പിരിച്ച പൈസ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് സംസ്ഥാന ബി.ജെ.പി. ഘടകത്തിൽ നിലനിൽക്കുന്നത്. അതിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് പിരിച്ച 5 കോടി രൂപയുടെ കണക്ക് എവിടെയെന്ന മുരളീധര പക്ഷത്തിൻ്റെ ചോദ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം നരേന്ദ്രമോദിയുടെ വരവുമായി ബന്ധപ്പെട്ട് പിരിച്ച 5 കോടി രൂപയുടെ കണക്ക് എവിടെയെന്ന മുരളീധര പക്ഷത്തിൻ്റെ ചോദ്യമാണ്.